സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ കായംകുളം MSM ഹയർ സെക്കൻഡറി സ്കൂളിൽ ശില്പശാല നടത്തി. CG ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റഷീദ് ഉദ്ഘാടനം നിർവഹിച്ചു. സെന്റർ ഫോർ ഇൻഫർമേഷൻ ഗൈഡൻസ് ഇന്ത്യ CIGI ഇൻഡക്ഷൻ ശില്പശാല കായംകുളം MSM ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. CG കായംകുളം ചാപ്റ്റർ പ്രസിഡന്റ് SK നസീർ അധ്യക്ഷത വഹിച്ചു. അതിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് CG സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ. നമുക്കറിയാം 1998 കാലഘട്ടങ്ങളിൽ മലപ്പുറം ജില്ലകളിൽ CGയുടെ പ്രവർത്തനമുണ്ടാക്കിയ മാറ്റങ്ങൾ ഇന്ന് കേരളത്തിലാകെ അലയൊടിച്ചുകൊണ്ട് എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസ മേഖലകളിൽ CG അതിൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമെന്ന് പറയട്ടെ, നമ്മുടെ സ്റ്റേറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഇൻഡക്ഷൻ പ്രോഗ്രാം നമ്മുടെ ജില്ലയിൽ ഇത് രണ്ടാമത്തെ, ഒന്ന് ആലപ്പുഴ നടന്നു, രണ്ടാമത് കായംകുളം നടത്തുന്നു. നമുക്കറിയാം ഇന്ന് സോഷ്യൽ വർക്കിന് വളരെ ജനങ്ങൾക്ക് പൊതുവെ താല്പര്യം കുറവാണ്. അപ്പോൾ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് CG ഇത്തരത്തിലുള്ള വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുന്നത്. ഇതുകൊണ്ട് നമുക്കറിയാം ഒരു സോഷ്യൽ രംഗത്തേക്ക് ഒരാൾ കടന്നു വരിക എന്നുള്ളത് അവരെ കൊണ്ട് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനങ്ങൾ CG ഒരുക്കുന്നത്. നമ്മൾ ഡൽഹിയിലൊക്കെ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയും, ഇന്ത്യ ഗേറ്റിന് സമീപമൊക്കെ ചെന്നാൽ ചില ബാഗുമൊക്കെ തൂക്കി ചില ആളുകൾ ഇങ്ങനെ നടക്കുന്ന കാണാം. അവരുടെ പേര് എവിടെയും പ്രശസ്തമാണ്, അരുന്ധതി റോയ്, അതുപോലെ ആനി രാജ എന്നൊക്കെ പറയും. പക്ഷേ അവരൊക്കെ ഒരു അഭിപ്രായം അവരുടെ ഫേസ്ബുക്കിലോ അല്ലെ ഇൻസ്റ്റാഗ്രാമിലോ എഴുതിയാൽ അതിന് റിപ്ലൈ കൊടുക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതുപോലുള്ള മഹത് വ്യക്തിത്വങ്ങളാണ്. CG ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റഷീദ് ഉദ്ഘാടനം നിർവഹിച്ചു. വ്യക്തമായി ഒരു ദിശാബോധം, തുടർന്ന് എങ്ങോട്ടേക്ക് പോകണമെന്നുള്ള ദിശാബോധം ഇല്ല എന്നുള്ളത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കരിയർ ഗൈഡൻസ് നൽകുന്ന ഒരു സ്ഥാപനം, ഒരു സംരംഭമായിട്ടാണ് CG സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ ആദ്യം അത് ആരംഭിക്കുന്നത്. ആദ്യം അത് ഫോക്കസ് ചെയ്തതും കരിയർ ഗൈഡൻസ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ മാത്രമായിരുന്നു. തുടർന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള കോച്ചിങ്ങുകളിലേക്കും അതുപോലെ തന്നെ തൊഴിലുകളിലേക്ക് എത്തിക്കുന്നതിലേക്കും ഇപ്പോൾ ഉന്നത തൊഴിൽ മേഖലകളിലേക്ക് എത്തിക്കുന്നതിലേക്കുള്ളൊരു ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നിലവിൽ CG പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഏകദേശം 28 വർഷത്തോളമായിട്ട് CG ലക്ഷക്കണക്കിന് പേർ, അത് വിവിധ പ്രത്യേകിച്ച് CGയുടെ പ്രവർത്തനങ്ങൾ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിനാണെങ്കിൽ പോലും മുഴുവൻ ജനവിഭാഗങ്ങൾക്കും ഇതിൻ്റെ പ്രയോജനം ലഭിച്ചു പോകുന്നുണ്ട്. നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തിൽ ബഹുമാന്യ SK സൂചിപ്പിച്ചതുപോലെ CGയുടെ ഏറ്റവും എടുത്തു പറയാവുന്നത് മലപ്പുറം ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ വിജയഭേരി എന്ന് പറയുന്ന പദ്ധതി തന്നെയാണ്. CGയെ പരിചയപ്പെടുത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഒരു പദ്ധതി എന്ന് പറയുന്നത്. അതായത് 2002-2005 കാലയളവിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ വിജയഭേരി പദ്ധതിയിൽ അന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും വിജയശതമാനം SSLCക്ക് കുറവുണ്ടായിരുന്ന മലപ്പുറം ജില്ല, അതായത് 33% മാത്രം വിജയശതമാനം ഉണ്ടായിരുന്ന മലപ്പുറം ജില്ലയിൽ സംസ്ഥാന ആവറേജ് ഏകദേശം 67% ഉള്ള സമയത്ത് 33% ഉണ്ടായിരുന്ന മലപ്പുറം ജില്ലയിൽ CGയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്ലാൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിയ ഈ വിജയഭേരി പദ്ധതിയിൽ 3 വർഷം കൊണ്ട് നടപ്പിലാക്കിയപ്പോൾ അത് സ്റ്റേറ്റ് ആവറേജിൽ ഏറ്റവും മികച്ചത്, അതിൻ്റെ സ്റ്റേറ്റ് ആവറേജിൻ്റെ മുകളിലെത്തുകയും ഏറ്റവും വിജയശതമാനമുള്ള രണ്ടാമത്തെ ജില്ലയായി വരെ മലപ്പുറം ജില്ലയെ മാറ്റാൻ ഈ വിജയഭേരി പദ്ധതിക്ക് കഴിഞ്ഞു. ശില്പശാലയിൽ ബെർലിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പോസ്റ്റ് ഡോക്ടറേറ്റ് ലഭിച്ച ഡോക്ടർ മുഹമ്മദ് നിയാസ്, MBBS പഠനം പൂർത്തിയാക്കിയ ഡോക്ടർ മുഹമ്മദ് സൽമാൻ, ഹരിത വ്യക്തിക്കുള്ള അവാർഡ് ലഭിച്ച അഡ്വക്കേറ്റ് അബ്ദുൾ ലത്തീഫ്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ MBA അഡ്മിഷൻ ലഭിച്ച H മുബീന, മില്യനേഴ്സ് ഫാർമേഴ്സ് അവാർഡ് ലഭിച്ച SK നസീർ എന്നിവരെ ആദരിച്ചു. CG ജില്ലാ ട്രഷറർ ക്വാളിറ്റി അഷ്റഫ്, ഹലീൽ, സജീർ ജലാൽ, അഡ്വക്കേറ്റ് O ഹാരിസ്, അൻവർ സ്വാലഹ്, മുർഷിദ് ചിങ്ങോലി, സക്കീർ എലൈറ്റ്, K ഷംസുദ്ദീൻ, ഷാജഹാൻ ഇലിപ്പക്കുളം, നിസാമുദ്ദീൻ നാടൻ വീട്ടിൽ, ഫൈസൽ ഇഞ്ചക്കൽ, ഫിദ ഫാത്തിമ എന്നിവർ സംസാരിച്ചു. അമീൻ ഈരാറ്റുപേട്ട ക്ലാസ് നയിച്ചു. CDNet ന്യൂസ് കായംകുളം.